കോടികളൊന്നും അല്ല എന്റെ ലക്ഷ്യം. പ്രേക്ഷകർക്ക് സിനിമ ഇഷ്ടപ്പെടുക, പ്രേക്ഷകർക്ക് വേണ്ട സിനിമ നൽകുക. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ലാലേട്ടൻ നന്നായിരിക്കുന്നു, ശോഭന നന്നായിരിക്കുന്നു, അല്ലെങ്കിൽ തരുൺമൂർത്തിയുടെ സംവിധാനം, എല്ലാവരും, പ്രകാശ് വർമ്മ നന്നായിരിക്കുന്നു പറഞ്ഞ എല്ലാ വിഭാഗം, എല്ലാ ടെക്നീഷ്യന്മാരും എല്ലാവരും ഇതിൽ പങ്കെടുത്ത മുഴുവൻ പേരും നന്നായിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ആ കാര്യം പറയുന്നത് നന്നായിരിക്കും. അങ്ങനെ ഒരു സിനിമ എടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ ആ സന്തോഷം ഇതിനകത്ത് സാമ്പത്തിക ലാഭമല്ല. ഞാൻ സിനിമ എടുത്തിട്ടുള്ള ഒരു സിനിമകൾ വെച്ച് നിങ്ങൾ നോക്കി അറിയാം, എനിക്ക് ഏറ്റവും പ്രേക്ഷകർ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാണ് ഏറ്റവും വലിയ ലോട്ടറി. ഈ നമ്മളുടെ ലാലേട്ടന്റെ പഴയ ഒരു നൊസ്റ്റാൾജിക് ലാലേട്ടനെ നമ്മൾ ഒരുപാട് നാളെ മിസ് ചെയ്യുന്ന പ്രേക്ഷകരുടെ ഒരു ഇതുണ്ടായിരുന്നു. നമുക്ക് തുടരുന്നത് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു അതെന്താ വെച്ചാൽ അത് നിങ്ങൾക്ക് പറയുമ്പോൾ പലരും പറയാത്തുണ്ടായിരിക്കും. ഈ കഥ ലാലേട്ടൻ ഞങ്ങള് തമ്മിൽ ഫിക്സ് ചെയ്തിട്ട് നമ്മള് ഇപ്പൊ അന്ന് തന്മൂർത്തി ആയിരുന്നില്ല, പക്ഷെ ആ സമയത്ത് ഇത് 12 വർഷം മുമ്പ് ചേർന്നും ഞാനും ഞങ്ങൾ സ്കെയർസണിലാണ് എന്റെ കഥ. അന്ന് ഇത് ഓക്കെ പറഞ്ഞ സബ്ജക്റ്റാണ്. അന്ന് മുതൽ ഇത് ഇത്രമാത്രം പല 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 പ്രാവശ്യം എനിക്ക് ഈ വർഷങ്ങളുടെ ഒരു പഴക്കം ഇതിൽ തോന്നുന്നില്ലല്ലോ. അതാണ് അതിന് സത്യം. അപ്പൊ നിങ്ങൾ പറയുന്ന പഴയ ലാലേട്ടൻ, അന്നേ പഴയ ലാലേട്ടൻ ഉണ്ട് സിനിമയിൽ പഴയ ലാലേട്ടൻ തന്നെയാണ്. കാരണം ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് നല്ല സിനിമകൾ കിട്ടുക, അല്ലെങ്കിൽ നല്ല സ്ക്രിപ്റ്റ് കിട്ടുക, അദ്ദേഹത്തെ കുറിച്ച് എന്താ പറയണ്ടേ. പെർഫോം ചെയ്യുന്ന കാര്യത്തിൽ ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമല്ലേ. അപ്പൊ അങ്ങനെ ഇന്ത്യയുടെ അഭിമാനമായ ഒരാള് തകർക്കാൻ ഇവിടെ നിൽക്കുകയല്ലേ. അതിന് വേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ലോ. പക്ഷെ ഇത് സിനിമയിൽ അദ്ദേഹം ഓരോ കണ്ണുകൾക്ക് പോലും ഒരു ഒരു പല കാര്യങ്ങളും പറയാനുണ്ട്. ഒന്നൊരു നോട്ടത്തിൽ വരെയുണ്ട്. അങ്ങനെ നോട്ടങ്ങളിലായാലും എല്ലാ സ്ഥലത്തായാലും ഇത്രയും നന്നായി ചെയ്യാൻ സാധിച്ചു. അത് എല്ലാത്തരം ആളുകൾ ഇഷ്ടപ്പെടുന്ന, ചെറിയ കുട്ടികൾ വലിയ ആളുകൾ വരെയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട്. അതൊരു അഭിമാനമായി കാണുന്നു. എനിക്കും എൻ്റെ ബാനറിനും ഈ സിനിമ എന്നും ആളുടെ മനസ്സിൽ നിലനിർത്താൻ കഴിയുന്ന സിനിമയാക്കി മാറ്റാൻ സാധിച്ച ഒരു സന്തോഷം. ഇന്നത്തെ കാലത്ത് ഈ പ്രൊമോഷന്റെ ഇത് ഭയങ്കര ഒരു സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഈ തുടരും സിനിമ എടുത്തു കഴിഞ്ഞാൽ ഒരു രീതിയിലും പ്രൊമോഷൻ എന്നുള്ളൊരു തരുൺമൂർത്തി ഇന്റർവ്യൂ കൊടുത്തെങ്കിൽ പോലും ഒരു രീതിയിലൊരു പ്രൊമോഷൻ ആരും ഇല്ലായിരുന്നല്ലോ. ഞാനോ ആരും ഞങ്ങളുടെ ക്രൂ ഒന്നും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടായിരുന്നു? അത് ഞങ്ങളെ സംബന്ധിച്ചുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. കാരണം ആ സമയം പ്രൊമോഷന് വേണ്ടി കളയുന്ന സമയം പോലും സിനിമ നന്നാക്കിയാൽ സിനിമ സംസാരിക്കുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. നിങ്ങളിപ്പോ സിനിമ കണ്ടതിന് ശേഷമാണ് ഞാനിത് പറയുന്നത്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞാൽ ഇത് അഹങ്കാരമാകും. ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ഇത് സിനിമ സംസാരിക്കണം, സിനിമ നന്നാക്കണം, അതിനു വേണ്ടി ഒരു കോംപ്രമൈസും ചെയ്യാതെ എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ചെയ്യുക. ആ ഇറങ്ങുമ്പോ പ്രേക്ഷകർ, നിങ്ങൾ തീരുമാനിക്കും ഇത് വേണോ വേണ്ടായിരുന്നു. നിങ്ങൾ തീരുമാനിച്ചു നല്ലതാണെന്ന് നിങ്ങൾ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നു. ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രൊമോഷൻ നിങ്ങളുടെ മൗത്ത് പബ്ലിസിറ്റിയാണ്. ഇപ്പോൾ ഈ ലാലേട്ടൻ്റെ ആറാട്ടയുടെ കൂട്ടാണ് മൊത്തത്തില്. അപ്പൊ ഈ രജപുത്രയുടെ ഒരു കീഴിലാണല്ലോ സിനിമ വന്നത്. അതിന്റെ ഒരു സന്തോഷം എങ്ങനെയാണ്? അല്ല, രജപുത്രൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചോളം ഞാനും വളരെ വർഷങ്ങളായിട്ട്, 35ാമത്തെ വർഷമാണ് ഞാൻ. ആ 35 വർഷമായിട്ട് നമ്മൾ സിനിമ എടുക്കുമ്പോൾ നല്ല സിനിമകൾ എടുക്കാൻ പരാജയപ്പെട്ട സിനിമകളൊക്കെ ഉണ്ട്. പക്ഷെ മാക്സിമം ശ്രമിക്കും. അല്ലാതെ എനിക്ക് അതിനകത്ത് പെട്ടെന്നൊരു ഉപേക്ഷിച്ച് അങ്ങനല്ല. നമ്മളെന്താ വെച്ചാൽ എല്ലാവരും കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നവരാണ് പ്രേക്ഷകർ കാണാൻ വരുന്നത്. അവര് ഒരു മനസ്സോടെ ഒരു സിനിമ കണ്ടിട്ട് നന്നായി എന്ന് പറയുമ്പോൾ കിട്ടുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ചില മോശം സിനിമകൾ ചെയ്യുമ്പോൾ നമ്മളെ ചീത്ത വിളിക്കുമ്പോൾ നമ്മൾ അത് ഉൾക്കൊള്ളണം. കാരണം അവരൊരിക്കലും നമ്മളെ പറയാതിരിക്കില്ല. കാരണം അവര് ഒരുപാട് പ്രയത്നിച്ചുണ്ടാകുന്ന കാശിനാണ് സിനിമ കാണുന്നത്. അപ്പൊ അത്തരം സിനിമകൾ കാണാൻ വേണ്ടി വരുമ്പോൾ അവരോട് നീതി പുലർത്താൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഈ സിനിമ നോക്കിയിട്ടുണ്ട്. അത് മുൻകാല സിനിമകൾ നിങ്ങൾ നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ ഒരു 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 നമ്മൾ നമ്മുടേതായ ഒരു കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു ബാനർ വാല്യൂടെ നമ്മൾ നോക്കുമല്ലോ. കാരണം ഒരുപാട് സിനിമകൾ എടുക്കാന്നുള്ളതല്ല, എടുക്കുന്ന സിനിമകൾ കൂടുതൽ ആളുകൾ എത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ നോക്കത്തുള്ളൂ. ഇതേപോലെ ഈ എമ്പുരാൻ ഭയങ്കര വിവാദമായിട്ട് ലാലേട്ടൻ ഒരുപാട് ആൾക്കാർ ക്രൂശിച്ചും അല്ലെങ്കിൽ ചർച്ച വന്നിട്ടു. പക്ഷെ തിരിച്ച് ഒരാഴ്ച കൊണ്ട് തന്നെ ഒരു ഭയങ്കരമായിട്ട് മറുപടി ലാലേട്ടൻ കൊടുത്തു എന്നൊരു പോസ്റ്റർ ചോദിക്കുന്നത് സാറ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഈ തിരനോട്ടം ഉൾപ്പെടെ നോക്കുകയാണെങ്കിൽ 47 വർഷമായി ചേട്ടൻ്റെ കൂടെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന മലയാളികൾക്ക് ആർക്കെങ്കിലും ഒരു ദിവസം കൊണ്ട് തള്ളിക്കളയാൻ പറ്റുന്ന ആളാണോ മോഹൻലാൽ? അല്ല. കാരണം ഇനി നിങ്ങൾ ആ ചരിത്രം നോക്കിയാൽ അറിയാം. ഈ നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള എത്രയോ സിനിമകൾ ഒരാള്, അദ്ദേഹത്തിനും ഏത് സിനിമയെ കുറിച്ചും വിവാദങ്ങളോ എല്ലാം ഉണ്ടാകാം. പക്ഷെ അദ്ദേഹത്തിന് ഒരു ദിവസം മതി തിരിച്ചു വരാൻ. അതെന്ന് വെച്ചാൽ എമ്പുരാൻ ഇവിടെ കേരളം കണ്ട ഏറ്റവും വലിയ കളക്ഷൻ നേടിയില്ലേ. അപ്പൊ നമുക്ക് അദ്ദേഹത്തെ കാണാൻ ആളില്ലേ ഇവിടെ?
അപ്പൊ അതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ പലതൊക്കെ പറയുമെങ്കിലും ഞാനതൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. കാരണം മികച്ച ആക്ടർ എന്ന നിലയിൽ നമ്മള് ഈ സമയങ്ങളെല്ലാം ഇത് കണ്ടോണ്ടിരിക്കുന്നത്, ലൊക്കേഷൻ നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. അദ്ദേഹത്തിന്റെ കണ്ണുകളും കാര്യങ്ങളും ഒരു അത്ഭുതപ്പെടുത്തുന്ന നടനെന്ന് പറയുന്നത്. ഞാൻ അതിനു മുമ്പ് എൻ്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സിനിമ കണ്ടു കഴിയുമ്പം ഇത് മോഹൻലാൽ അല്ലാതെ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ അതിനു മുമ്പേ പറഞ്ഞു. ശരിയാണല്ലോ, അത് നിങ്ങൾ കണ്ടപ്പോഴും പറഞ്ഞില്ലേ, അതാണ് മോഹൻലാൽ. ഈ തുടരും സിനിമയ്ക്ക് അതൊരു പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നേരത്തെ 100 കോടി ആവുമെന്ന് ഒന്നും വെച്ചിട്ടല്ലല്ലോ. നമ്മൾ അന്നേ ഈ സിനിമയിൽ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പാട്ടെടുത്ത് വെക്കുന്നത്. ഇത് ഒരു പാട്ടെടുത്ത് വെക്കുമ്പോൾ അത് അഹങ്കാരമാണ് ആയിപ്പോവും അങ്ങനെ. പക്ഷെ അന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇത് ഓടും, അങ്ങനെ ഒരു വിശ്വാസമൊക്കെ ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് എല്ലാവരും കൂടി തോന്നിയിട്ടാണ് ഒരു പ്രൊമോഷൻ വേണ്ടി ഒരു സോങ് എടുത്ത് വെച്ചു. ആ പ്രൊമോഷൻ സോങ് എന്ന് പറയുമ്പോൾ ഇപ്പൊ പ്രൊമോഷൻ വേണ്ടാത്തപ്പോഴും ആ പ്രൊമോഷൻ സോങ് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതൊരു സന്തോഷമാണ്. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ ഒരു കുറെ കാലമായില്ലേ ലാലേട്ടനൊക്കെ കണ്ടിട്ട്, അങ്ങനെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ. കാരണം വെച്ചാൽ എല്ലാവരും മോഹൻലാൽ, ശോഭന, MG ശ്രീകുമാർ, പിന്നെ ജെയ്ക്സന്റെ മനോഹരമായ അതിനകത്ത് ഡയറക്ടർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അന്നേ അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു സന്തോഷമായി കണ്ടാൽ മതി. സെലിബ്രിറ്റി കഴിഞ്ഞ് ലാലേട്ടൻ ഞങ്ങളുടെ അടുത്ത് എങ്ങനെയാണ് എപ്പോഴാണ് വരുന്നത്? ചേട്ടൻ ഇപ്പൊ വരില്ലേ, ഉടനെ വരില്ലേ. തുടരും സിനിമയ്ക്ക് 2ാം ഭാഗം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? അങ്ങനൊന്നും ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടില്ല. ലാസ്റ്റ് എൻഡില് പറയുന്നുണ്ടല്ലോ. അത് ഞങ്ങൾ പറഞ്ഞത് ഒന്നാണ്, വലിയ വലിപ്പത്തിൽ എഴുതി കാണിച്ചത് മോഹൻലാൽ തുടരും. അതാണ് മോഹൻലാൽ തുടരുന്നതാണ്. മോഹൻലാൽ തുടരും, അതാണ് സിനിമ. എല്ലാവിധ ആശംസകളും. മലയാളത്തിലെ ആദ്യത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് തുടരും മാറുമോ? എനിക്കറിയില്ല, അത് പ്രേക്ഷകർ ഇനിയും കണ്ടുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ അയക്കും. ഓക്കെ.